spoken learning and നമ്മുടെ എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അപ്പൊ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലേ, ന്യൂസ് പേപ്പറിൽ കൊടുക്കാനുള്ള ഒരു സംഭവം സംഭവിച്ചതിന് ശേഷം നമ്മൾ ന്യൂസ് പേപ്പറിൽ കൊടുക്കുന്ന റിപ്പോർട്ടാണ്. ആൻഡ് ഈ ഒരു റിപ്പോർട്ട് എഴുതുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, നമ്മൾ ഒരു അടിപൊളി ടൈറ്റിൽ കൊടുക്കണം. അപ്പോൾ ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡിങ് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓർത്ത് വെക്കുക, അത് വളരെ ക്യാച്ചി ആയിരിക്കണം. നിങ്ങളുടെ ആ ഒരു ന്യൂസിൻ്റെ ആ ഒരു ഹെഡ്ലൈൻ വായിച്ച പാടെ ആൾക്കാർക്ക് നിങ്ങളുടെ റിപ്പോർട്ട് വായിക്കാൻ തോന്നണം. സോ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഹെഡ്ലൈൻ കൊടുക്കുക. ആ ഒരു ഹെഡ്ലൈനിൽ എന്തൊക്കെയാണ് നമ്മുടെ ന്യൂസിൽ സംഭവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയ കൂടെ കൊടുക്കാൻ ശ്രദ്ധിക്കാം. For example, major blast in ABC Mall, city on high alert. അല്ലേ, അപ്പോൾ ABC മോളിൽ എന്തായി, ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട്, സിറ്റി ഹൈ അലേർട്ടിലാണ്. ആ ഒരു പോയിന്റ് നമ്മൾ നമ്മുടെ ഹെഡ്ലൈനിൽ കൊടുത്തു. ദെൻ നമ്മൾ കൊടുക്കാൻ പോകുന്നതാണ് ബൈ ലൈൻ. ബൈ ലൈൻ എന്ന് പറഞ്ഞാൽ ആരാണ് ഈ റിപ്പോർട്ട് കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ ഈ റിപ്പോർട്ട് ആരാണ് കൊടുക്കുന്നത്? സ്റ്റാഫ് റിപ്പോർട്ടർ ആണ്. It is followed by place and date. എവിടെയാണ് സംഭവം നടന്നത് എന്നാണ് ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഡൽഹിയിൽ 17 ഫെബ്രുവരി 2026 നമ്മൾ ഈ ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? A major blast took place at ABC Mall in Delhi on 6 February, leaving the public shocked and causing widespread alarm. അപ്പോൾ നിങ്ങൾ കണ്ടോ, അതിൻ്റെ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചു, എവിടെ സംഭവിച്ചു, എപ്പോൾ സംഭവിച്ചു, ഈ 3 ക്വസ്റ്റ്യൻസിന് നമ്മൾ ആൻസർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സെൻറ്റൻസ് നമ്മൾ പ്ലേസും ഡേറ്റും കൊടുത്തതിന് ശേഷം നിങ്ങളുടെ മൈൻഡിൽ എന്ത് വേണം, നിങ്ങൾ ഈ 3 ക്വസ്റ്റ്യൻ്റെ വാട്ട്, where and when, ഈ 3 ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ഈ ഒരു 2 ലൈൻസിലായിട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് കൺഫേം ചെയ്യണം. ഓക്കെ, എന്താ സംഭവിച്ചത്? എ മേജർ ബ്ലാസ്റ്റ്. എവിടെയാണ് സംഭവിച്ചത്? ABC മോളിൽ. അതെവിടെയാണ്? ഡൽഹിയിൽ. എന്നാണ് സംഭവിച്ചത്? 6 ഫെബ്രുവരിയിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് എന്താ ഉണ്ടായത്? അതുകൊണ്ട് നമ്മുടെ പബ്ലിക് എല്ലാം ഹൈ അലേർട്ടായി. ഓക്കെ, ദ ബ്ലാസ്റ്റ് ഒക്കേർഡ് അറ്റ് അറൌണ്ട് 10 AM on the 3rd floor of the mall. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൊടുത്തു അല്ലേ? ഒരു 10 മണിക്ക് 3rd ഫ്ലോറിലാണ് സംഭവിച്ചത്. 3 shops were completely destroyed. However, due to the swift response of the fire force, no casualties were reported. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു ജസ്റ്റ് അവിടെ കൊടുത്തു. അതായത് എന്തൊക്കെ, ഇന്ന സ്ഥലത്ത് ഇതൊക്കെ സംഭവിച്ചു, വലിയ നാശനഷ്ടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? ഫയർ ഫോഴ്സ് ഇടപെട്ടുകൊണ്ട്. Okay, so that is your first paragraph. First paragraph should give the gist of whatever happened. എന്തൊക്കെ സംഭവിച്ചോ അതിൻ്റെ ഒരു ജിസ്റ്റ് വളരെ ഓർഡറിൽ, വളരെ ഫോമൽ ആയിട്ടുള്ള ഒരു ടോണിൽ കേട്ടോ. നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടല്ല, ഒരു കാര്യം സംഭവിച്ചതിനെ അതേപോലെ നമ്മുടെ ഒപ്പീനിയൻ ഒന്നും ഇല്ലാണ്ട് അതേപോലെ പറയാണ് ചെയ്തത്. സോ വി ഹാവ് ടു മെയിൻറ്റെയിൻ എ ഫോമൽ ആൻഡ് എ ഫാക്ച്വൽ ടോൺ. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് വരുമ്പോൾ അക്കോർഡിംഗ് ടു ഒഫീഷ്യൽസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫിൽ നമ്മൾ എന്താ കൊടുക്കുന്നത്? ഒഫീഷ്യൽസ് എന്ത് പറഞ്ഞു, ആരൊക്കെ എന്തൊക്കെ ആക്ഷൻസ് എടുത്തു, അവിടുത്തെ വിറ്റ്നസിന് എന്താണ് പറയാനുള്ളത്, ആ പോയിന്റ്സ് ആണ് നമ്മുടെ ഈ ഒരു നെക്സ്റ്റ് പാരഗ്രാഫിൽ വരാം. According to the officials, the blast was suspected to have been caused by political rivalry. Most shops lacked proper fire safety equipment. The early timing of the blast and the fewer number of shoppers helped prevent casualties. The fire force and the quick reaction team of Indian Army rushed to the spot immediately and brought the situation under control. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഏറെക്കുറെ ഈ ഒരു സമയം ആയതുകൊണ്ട് ചിലപ്പോൾ അത് പൊളിറ്റിക്കൽ റൈവൽറി, ആൾക്കാർ തമ്മിലുള്ള പൊളിറ്റിക്കൽ പ്രശ്നം കൊണ്ടായിരിക്കും. എന്തായാലും രാവിലെയാണ് ബ്ലാസ്റ്റ് നടന്നതെന്നുള്ളതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് അതിൽ വലിയ പ്രശ്നങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഫയർഫോഴ്സും QR ടീം, ഇന്ത്യൻ ആർമിയുടെ QR ടീം അവിടെ കറക്റ്റ് ടൈമിന് എത്തിയിട്ടുണ്ട്. An investigation was launched to determine the exact cause of the blast. പക്ഷെ ഇപ്പോഴും എന്ത് നടക്കുന്നുണ്ട്? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. The city has been placed on high alert. അതുകൊണ്ട് തന്നെ എന്താണ്, സിറ്റി ഹൈ അലേർട്ടിലാണ്. Authorities have not ruled out the possibility of a terrorist attack. കാരണം എന്താ, ഇപ്പോൾ എല്ലാം അവർ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ പ്രോപ്പർ ആയിട്ടുള്ള ക്വസ്റ്റനിങ് ഒക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് സിറ്റി ഹൈ അലേർട്ടിലാണ്. അപ്പം നമ്മൾ ഈ സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ആക്ഷൻസ് എല്ലാം പറഞ്ഞു അല്ലേ? എന്തൊക്കെ സംഭവിച്ചു, ആരൊക്കെ അന്വേഷിക്കുന്നുണ്ട്, ഒഫീഷ്യൽസ് എന്തൊക്കെ സ്റ്റാൻഡ് എടുത്തു. It happened suddenly, we could not realize anything, said one of the witnesses. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു അല്ലേ, സെക്കൻഡ് പാരഗ്രാഫിൽ എന്തുകൂടെ വരണം? വിറ്റ്നസിന് എന്താണ് പറയാനുള്ളത് എന്നുകൂടെ വരണം. അപ്പോൾ വിറ്റ്നസ് പറയാണ്, പെട്ടെന്നായിരുന്നു, ഒന്നും മനസ്സിലായില്ല എന്താ സംഭവിച്ചത്. അത് നമ്മൾ അതേപോലെ കോട്ട് ചെയ്തിട്ട് എഴുതും.
The municipal corporation and the deputy commissioner urged citizens to remain calm and stay alert. Schools in the area were declared closed for 2 days as a precautionary measure. Continuous monitoring of suspicious activities is underway. The mall is expected to reopen in a week after safety inspection. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോ, നമ്മൾ ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴേക്ക് നമ്മൾ ഇനി എന്താണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രസന്റ് സിറ്റുവേഷൻ എന്താണ്, അതാണ് നമ്മുടെ കൺക്ലൂഷൻ ഏരിയയിൽ വരിക. അതായത് ഇപ്പം എന്താ, മുനിസിപ്പൽ കോർപ്പറേഷനും അതേപോലെ ഡെപ്യൂട്ടി കമ്മീഷണറും ഒക്കെ എല്ലാവരോടും കാമായിട്ടും അലേർട്ടായിട്ടും ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, ഈ മോളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ മോൾ റീഓപ്പൺ ചെയ്യും. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ അതിനെ കൺക്ലൂഡ് ചെയ്യാം. അപ്പം നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് നോക്കുക. നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എഴുതുമ്പോൾ ആദ്യം ക്യാച്ചി ടൈറ്റിൽ കൊടുക്കുക, ഫോളോഡ് ബൈ സ്റ്റാഫ് റിപ്പോർട്ട്, പ്ലേസ് ആൻഡ് ഡേറ്റ്. ഫസ്റ്റ് പാരഗ്രാഫിൽ വാട്ട്, വൈ, വെയർ ആൻഡ് വെൻ. വാട്ട്, വൈ അല്ല, വാട്ട്, വെയർ, വെൻ. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പാരഗ്രാഫിൽ വൈ, ഹൗ ആൻഡ് റോൾ ഓഫ് അതർ പീപ്പിൾ അതൊക്കെ പറയാം. വിറ്റ്നസിൻ്റെ കാര്യം പറയാം, വിറ്റ്നസിന് എന്ത് തോന്നി എന്നുള്ളത് പറയാം. അതിനുശേഷം കൺക്ലൂഷനിൽ നിങ്ങൾ ആ ഒരു സ്ഥലത്തെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ന്യൂസ് പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് ഇനി ഏതൊക്കെ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.